ഈ പരിപാടിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പ്രാസംഗിക നമ്മുടെ പ്രസിഡന്റ് തൊഴിലാളികളോട് സംസാരിക്കുമ്പോൾ ഞാൻ കടക്കുന്നില്ല. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ നിംസ് മെഡിസിറ്റിയുടെ എംഡിയും കാരുണ്യയുടെ രക്ഷാധികാരിയുമായ MS ഫൈസൽഖാൻ അവர்களാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതിക്കുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷനും കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രക്ഷാധികാരിയുമായ MS ഫൈസൽഖാൻ അവരുടെ ഇന്നിവിടെ ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിട്ടുള്ള പ്രമുഖ അവരുടെ ഹലോ അമ്മ ഇവിടെ അമ്മ ഇവിടെ നോക്കണം. എല്ലാവർക്കും ബഹുമാന്യ അധ്യക്ഷ ഇവിടെ സ്റ്റേജിൽ എന്നോടൊപ്പമുള്ള അവர்களே, பிரமோத் டைனோட் அவர்களே, பத்மஸ்ரீ ராமநாத் டீச்சர் அவர்களே, രാധാകൃഷ്ണൻ അവர்களே, ഇവരെയൊക്കെ കുറച്ച് മുമ്പ് തിരക്ക് കാരണം ഫ്ലൈറ്റ് പിടിക്കണമെന്ന് അറിയിച്ചെന്ന് നമ്മുടെ സോമൻ അവர்களே, സുധാകരൻ അവர்களே, പിന്നെ ഇവിടെ വരാൻ സുഖത്ത് സാധ്യതപ്പെട്ടുള്ള അവരുടെയും എറണാകുളം സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റീസ് അത് വിശിഷ്ടാവധി എല്ലാവർക്കും കൂടി എന്ന് മാറി മണക്കത്തേക്ക് എനിക്ക് ഞാൻ ആക്ച്വലി മലയാളത്തിൽ തുടങ്ങാതെ ഇതൊക്കെ മലയാളത്തിൽ സംസാരിക്കണമെന്ന് അവിടെ എനിക്ക് രണ്ടും ലാംഗ്വേജ് മിക്സ് ആയിട്ടുള്ള ഒരു തരത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഏതായാലും really I take this opportunity because ഒരു കാരുണ്യ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ്. It has done a lot of good things to the society. അത് മാത്രം ഒരു സൊസൈറ്റിയുടെ ഉദ്ഘാടനം ചെയ്യണമെന്ന് വെച്ചാൽ അത് നിസ്സാര കാര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ബിക്കോസ് ഒരു ഫിലിം എന്ന് പറയുന്നത് ഇറ്റ്സ്
ഇറ്റ്സ് എ കൾച്ചർ, റിഫ്ലക്ട്സ് എ കൾച്ചർ. എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മളിപ്പോ എഴുതുന്നത് അതിന്റെ ഒരു ഫിലിം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് നിങ്ങളുടെ പഴയ കാലങ്ങളിൽ ഇപ്പൊ സാറ് പറഞ്ഞത് മാതിരി ഞങ്ങൾക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം നേരത്തേക്ക് വന്നിട്ട് VCR എന്നൊക്കെയുള്ള ഒരു കാസറ്റ്, ആ കാസറ്റിൽ കൂടി നമ്മളൊക്കെ സിനിമ കാണുന്നതും തിയേറ്ററിൽ പോകുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം. പിന്നെ CD, ഇങ്ങനെ ഓരോന്നും അവരുടെ കാലത്തിൽ ഞാൻ actually PhD ചെയ്യണമെന്ന് വിചാരിച്ചത് ഫിലിം ഇൻഡസ്ട്രീസിലായിരുന്നു. ആൻഡ് ഐ വാസ് ഡൂയിങ് ദാറ്റ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്നെ ഗൈഡ് ചെയ്യാൻ ഒരാളില്ലായിരുന്നു. ഞാൻ പുതിയ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പഠിക്കുകയും ചെയ്തത്. ഒരു 1 year ഡിപ്ലോമ കോഴ്സ് ഞാൻ എടുത്ത് പഠിച്ചു. പക്ഷെ ഡിപ്ലോമ കിട്ടി. പക്ഷെ എനിക്ക് അതിന്റെ ഇത് ഗൈഡ് ചെയ്യാൻ ഒരാളില്ലാത്തതുകൊണ്ട് അവസാനം എന്റെ സബ്ജക്റ്റിൽ തന്നെ ഇംഗ്ലീഷിൽ തന്നെ ഞാൻ PhD കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറയാൻ തരുന്നത് ഒരുപാട് നേരം എടുക്കുന്നില്ല. കാരണം പിള്ളേരുടെ മുഖം കാണുമ്പോഴേ എനിക്ക് മനസ്സിലാകും ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ ആയിക്കോട്ടെ, ഏത് കൾച്ചർ ആയിക്കോട്ടെ, ഇപ്പൊ നമുക്ക് ഒരു കാലത്ത് മലയാള സിനിമയൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുമാതിരി ഇങ്ങനെ നോക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഉച്ചത്തോടൊപ്പം നോക്കിയ ഒരു കാലം. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. വേറെ എന്തോ തമിഴ് സിനിമകളൊക്കെ ഒരു പിടിയുന്നല്ലാതെ മലയാള സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ദ കൾച്ചർ ഓഫ് ദ മലയാളീസ്. അത് എല്ലാവർക്കും കൂടി അംഗീകരിക്കാൻ തോന്നും. കാരണം ഒരു എഴുത്ത്, നമ്മുടെ എഴുത്തുകളൊക്കെ എഴുതുമ്പോഴത്തേക്ക് വിഷ്വലൈസിങ് ഉണ്ട്. ബട്ട് ഫിലിം വരുമ്പോഴത്തേക്ക് എഴുത്തിൽ വരുന്ന ഒരാളുടെ എഴുത്താണ്. ഒരാൾ എന്ത് വിചാരിക്കുന്നത്, റൈറ്റർ വാട്ട് ഹി തിങ്സ് ഹി റൈറ്റ്സ് ഇറ്റ്. ഒരു ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡിന്റെ ഒരാളുണ്ട്, ഫിലിം ആർട്ടിസ്റ്റ് ഉണ്ട്, കോ ആർട്ടിസ്റ്റ് ഉണ്ട്, ഡയലോഗ് റൈറ്റേഴ്സ് ഉണ്ട്, ഡബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷനുള്ള ട്രാൻസ്പോർട്ട് മാനേജർ ഉണ്ട്, അതുപോലെ ആൾക്കാരുണ്ട്, ഡ്രസ്സിങ്ങിനുള്ള കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഉണ്ട്. സോ ഈ ഒരു ഫിലിമില് ഒരു സിനിമ നമ്മൾ 2 മണിക്കൂർ കാണുന്ന ആ സിനിമയില് ഇത്രത്തോളം ആൾക്കാരുടെ വർക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, നിങ്ങളെ പ്രതികാരം മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസ് വാട്ട് വി ക്യാൻ ഡു, എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്ന ആലോചിക്കാം. ഞാൻ അപ്പൊ നിങ്ങളത് ആലോചിക്കും. കാരണം നമ്മളെ ഇന്ന് എന്തും പഠിക്കുന്നോ എന്തും ചെയ്യുന്നോ അത് ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ചുമതല നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. ഈച്ച് ദാറ്റ് ഈസ് ഓൾസോ എ ഫിലിം. വിഷ്വലൈസിംഗ് ഇറ്റ് ദിസ് ഓൾസോ ഫിലിം. നിങ്ങൾ ആലോചിക്കാൻ തന്നത് ഈ മാഡം എന്തായിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ് ചെയ്യാം. നിങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും you just go to the YouTube, you can just go to the YouTube or whatever. എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നുള്ളത്, എങ്ങനെ നമ്മൾ എത്രത്തോളം പഠിച്ചാലും വായിച്ചാലും നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ അല്ല പഠിക്കുന്നത് അല്ലെങ്കിൽ വായിക്കുന്നത്. So when you are documenting each and everything what you want to do or what you are expecting, that is true. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, സിനിമയിലൊട്ടാലും എത്ര മണിക്കൂറൊക്കെ ഇന്ന് കാണാൻ എല്ലാവർക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഉണ്ടല്ല. ഈ ജനറേഷൻ ഞങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എനിക്കൊന്നും പറയാൻ തുടങ്ങി 2 മണിക്കൂറൊക്കെ കാണാനൊക്കെ ഞാനൊക്കെ ഒരുപാട് ആലോചിക്കും. But please, the one minute dreams, we are all interested in that. This you can produce, this you can do. ആര് എന്തിലൊക്കെ കാരണം ഈ പണ്ട് സിനിമ തുടങ്ങിയ കാലഘട്ടത്തില് ഉള്ള ആ സിനിമയായിരിക്കും ഇപ്പൊ ഉള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കണം. അന്ന് അവർ എന്തെല്ലാം ഇപ്പൊ നമ്മൾ വായിച്ചിട്ടുണ്ട്, മെസോപ്പൊട്ടേമിയ ലാറ്ററസ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിയില്ല, നമ്മൾ ബാക്കി മാത്രം ചെയ്തിട്ടുള്ളൂ. പക്ഷെ 1947 അതിന് മുന്നേക്ക് എന്തൊക്കെ 53 എന്തൊക്കെ ചെയ്യുന്നുള്ള ആ സിനിമ കാണുമ്പോഴത്തേക്കോ നമ്മുടെ ആൾക്കാർ ഇങ്ങനെയാണോ വരുന്നത്, ഇതാണോ നമ്മുടെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ തുടങ്ങാം. സോ നമ്മുടെ ഈ കൾച്ചർ അടുത്ത ജനറേഷന് നമ്മൾ കൊണ്ടുപോകാൻ ഒരു മീഡിയ ആണ് ഫിലിം ഇൻഡസ്ട്രീസ്. എത്രത്തോളം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സക്സസ്. അത് ഞാൻ ഇല്ലാതെ പറയുന്നില്ല. അത് നമ്മുടെ ഫീൽഡ് മെഡിക്കൽ ഫീൽഡായാലും ശരി, ഓരോരുത്തരെത്തുമ്പോൾ എംപ്ലോയി ആയിട്ടും ചെയ്യുന്നതിനേക്കാകാം സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ എന്തെങ്കിലും റൺ ചെയ്യാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ സോ ഈ കാര്യങ്ങൾ സൊസൈറ്റി ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന എനിക്ക് സന്തോഷമുണ്ട്. കാരണം
This Karunya Institute has done, sorry, a society has done a lot to the society. ഇങ്ങനെ ഒരു അടുത്ത ഒരു തലമുറയ്ക്ക് നമ്മൾ ആരാണ്, നമ്മുടെ കൾച്ചർ ആരാണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, മലയാളീസിന്റെ കൾച്ചേഴ്സ് എന്താണെന്നുള്ളതൊക്കെ ഒരു ഡോക്യുമെന്റ് ചെയ്യാൻ ഒരു അവസരം കൊടുത്തിരിക്കുന്ന ഒരു കാര്യങ്ങൾ സൊസൈറ്റി let it flourish and come up. എല്ലാവർക്കും ഒരു ബഹുമാനമായിട്ടിരിക്കാൻ ഞാൻ ആശംസിക്കുന്നു. And best wishes, and I don't want to take much time. So thank you so much. Thank you. ക്രിസ്ത്യൻ മിഷൻ മുതുകുളം ഷാജഹാൻ കോഴിക്കോട് തിരുവനന്തപുരം അവതരിപ്പിക്കുന്നു യാത്രികൻ യാത്രികൻ. அவர்கள் குரல்கள் எனக்கு அந்த குரல் மாதிரியே இருக்கு இந்த குரல்.